അപ്പോൾ ആ ചങ്ങന്മാരെ ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ഇതാ ഒരു കൊല പഴമുണ്ട് കേട്ടോ. ഇത് മൈസൂർ പഴം കുന്നമ്പായാണ്. കുന്നമ്പായ മരം കേട്ടോ. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പഴമാണ്. അത് നമ്മളെന്താ വെച്ചാൽ ഇതിങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ മൈദയിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. എന്താ ചൂടിൽ തിന്നാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ നേരെ ഇത് ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു പടല പഴം കൊണ്ട് ആദ്യം എടുക്കാം. അപ്പോൾ ഈ ഒരു പടല കൊണ്ട് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. ഇതിലേക്ക് നമ്മൾ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഒരു 2-3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പും അതുപോലെ ഇപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഏലക്കൻ്റെ പൗഡറാണ്, ഏലക്ക പൊടി. അപ്പോൾ നമ്മൾ 2 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ക്രിസ്പി കിട്ടാനും അതൊരു സ്മൂത്ത്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നാക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം പാർന്ന് അത് കുഴച്ചെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ലേശം അപ്പകാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ മറന്നതാണ്. ഇനി എല്ലാം കൂടി നമ്മൾ വെള്ളം പാർന്ന് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. മാവ് നല്ലോണം കുഴച്ച് ലൂസാക്കി ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇനി പഴങ്ങളൊക്കെ നീളത്തിൽ 2-3 പീസുകളാക്കി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. ഓവർ ചൂടായത്, ഒരു മീഡിയം ചൂടായാൽ നമുക്ക് പഴംപൊരി തുടങ്ങാം. എണ്ണ മീഡിയം ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് കരിയില്ല, എന്നാലും ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടും ചെയ്യും. മാഷാ അല്ലാ, അങ്ങനെ നമ്മളെ പഴംപൊരി നല്ല അടിപൊളി പഴംപൊരി റെഡി ആയിരിക്കുകയാണ്. നല്ല പൊള്ളച്ച് നല്ല സോഫ്റ്റുള്ള പഴംപൊരി കേട്ടോ.